Good morning. Good morning, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് ആക്ടിവിറ്റികളൊക്കെ കംപ്ലീറ്റ് ആയില്ലേ? Yes, ma'am. Okay. Next, salient points in examination of medico-legal case തുടങ്ങിയല്ലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ? Yes. Okay, നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിന്റെ സാലിയന്റ് പോയിന്റ്സ് ഇൻ എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ്. അപ്പൊ നമുക്കറിയാം മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടേഴ്സിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെ? അവരുടെ ലീഗൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും ലയബിലിറ്റിയും ഒക്കെ നമ്മൾ ഓൾറെഡി ആദ്യം ഈ ചാപ്റ്ററിനെ കുറിച്ച് മുന്നായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു പേഷ്യന്റിനെ ഒരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഒരു കേസ് ആ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആ ഒരു പരിശോധനകൾ എങ്ങനെയായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ് എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത് കേട്ടോ. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് മെഡിക്കൽ ലീഗൽ കേസുകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട. അപ്പൊ അതിലെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. This may be noted that all injury patients brought by the police or somebody else must be made medico-legal if not registered as MLC elsewhere. അതായത് ഇപ്പൊ വരുന്ന പേഷ്യന്റ് ഇപ്പൊ ഒരു പോലീസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യന്റ് ആണ് അല്ലെ? എല്ലാ സിറ്റുവേഷനും പോലീസിനെ കൊണ്ടുവരണം എന്നില്ല ഇല്ലേ? ആ ഒരു സിറ്റുവേഷനിലുള്ള ആരെങ്കിലും മുൻകൈ എടുത്ത് കൊണ്ടുവന്നാലും മതി അല്ലെ? അപ്പൊ അങ്ങനെ പോലീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ കൊണ്ടുവരുന്ന എല്ലാ പരിക്കേറ്റ കേസുകളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സാധാരണയായിട്ട് ആ പരിക്കേറ്റ ഒരു ആക്സിഡന്റ്സോ കാര്യങ്ങളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് MLC ആണ് അല്ലെ? This must be made medico-legal if not registered as MLC elsewhere. അപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് പരിക്കേറ്റ ഒരു രോഗിയെ കൊണ്ടുവരാണ്. അതൊരു പോലീസ് കൊണ്ടുവരുന്നതാവാം, അല്ല എങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുവരുന്നതാവാം. അതാരും ആയിക്കോട്ടെ. അങ്ങനെ പ്രത്യേകിച്ച് പോലീസ് കൊണ്ടുവരുന്നവർ മാത്രം എന്നൊന്നുമില്ല കേട്ടാ. അപ്പൊ ആ കൊണ്ടുവരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനും കാര്യങ്ങളും നോക്കി ഇതൊരു മെഡിക്കോ ലീഗൽ കേസ് ആണ് എന്ന് ആ ഒരു ഡോക്ടറിന് തോന്നുകയാണ്. ഒരു ആക്സിഡന്റ് പറ്റിയതാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മൂലം ഒരു പരിക്ക് പറ്റിയതാവാം. അപ്പൊ അത്തരം കണ്ടീഷനിൽ അതൊരു മെഡിക്കോ ലീഗൽ കേസാണ്. അപ്പൊ അത് നമ്മൾ MLC ആയിട്ട് ഈ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം അല്ലെ? രജിസ്റ്റർ ചെയ്യണ്ടേ? നിങ്ങൾ ഓൾറെഡി ഡിപ്ലോമയിൽ ഒരുപാട് എക്സാമ്പിൾ പഠിച്ചില്ലേ? MLCയുടെ പഠിച്ചിരുന്നില്ലേ? ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ അത് MLC ആക്കണമെങ്കിൽ ആ MLC ആണ് ഇത് എന്ന് അവരെ ആ ഒരു ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനെ മനസ്സിലായാൽ അത് നമ്മൾ മെഡിക്കോ ലീഗൽ എന്ന കേസസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യും അല്ലെ? അപ്പൊ ഇവിടുത്തെ കേസിൽ പറയുന്നത് നമ്മൾ അങ്ങനെ വരുന്ന പേഷ്യന്റിനെ മെഡിക്കോ ലീഗൽ കേസ് എന്ന് രജിസ്റ്റർ ചെയ്യണം. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അവിടെ ചോദിക്കേണ്ടതും നോക്കിയിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് നമ്മുടെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്ന് വിചാരിക്കാം. മറ്റേതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അവരെ, അതിനുശേഷമാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോ സ്വാഭാവികമായിട്ടും ആ ഹോസ്പിറ്റലിൽ അവർക്കുള്ള മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ലേ? ചെയ്തിട്ടുണ്ടാവോ? ആദ്യം ഏത് ഹോസ്പിറ്റലാണോ പോകുന്നത് അവിടെ മെഡിക്കോ ലീഗൽ കേസസ് ആയിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. MLC ആയിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നതെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു കേസ് ഷീറ്റ് ആര് രജിസ്റ്റർ ചെയ്യണ്ട? ഈ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടോ? വേറൊരു ഹോസ്പിറ്റലിൽ കയറി അവിടെ ഒരു മെഡിക്കോ ലീഗൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇവരുടെ പേരിൽ ഒരു മെഡിക്കോ ലീഗൽ കേസ് ആ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് ചിലപ്പോൾ മതിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നതാവാം. അപ്പൊ അത്തരം കേസുകളിൽ പുതിയ ഒരു മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട ഒരു രജിസ്റ്റർ ഈ പുതിയ ഹോസ്പിറ്റലിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ് എന്താന്നുള്ളത് മനസ്സിലായോ? അത് ഇനിയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കണേ. അപ്പൊ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ ഹോസ്പിറ്റൽ വന്നാലും അത് ചെയ്യണ്ടാന്ന്.
ആ മറ്റേ മുൻപുണ്ടായിരുന്ന ആ ഒരു രജിസ്റ്ററിന്റെ രജിസ്ട്രേഷൻ നമ്പർ മാത്രമേ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുള്ളൂ. അത് നമ്മൾ ഇനി പറയുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുക. പോലീസ് കൊണ്ടുവരുന്നതാവാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ കൊണ്ടുവരുന്നതായിട്ടുള്ള എല്ലാ പരിക്കേറ്റ രോഗികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മെഡിക്കോ ലീഗൽ കേസസ് ആക്കി മാറ്റുമ്പോൾ അത് മറ്റെവിടെയെങ്കിലും മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, മറ്റേതെങ്കിലും ഹോസ്പിറ്റൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് അത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? മനസ്സിലാക്കി പഠിക്കണേ. Then അടുത്തത് സെക്കൻഡ് പോയിന്റ്, the request of the patient or its relation to make the case MLC must be entertained and police should be informed. ഇനി നമ്മുടെ പേഷ്യൻസിന്റെ റിക്വസ്റ്റ് പ്രകാരമോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെയോ മറ്റാരുടെയെങ്കിലും ഒക്കെ രോഗികളുടെയോ അവരുടെ ബന്ധുക്കളുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരം അല്ലെങ്കിൽ അഭ്യർത്ഥന പ്രകാരം കേസ് MLC ആക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാനുള്ള അത് നമുക്ക് പരിഗണിക്കാവുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മള് ചിലപ്പോ പേഷ്യന്റ് ചിലപ്പോ ഡോക്ടറിന് തോന്നുകയാണ് ഡോക്ടർ പരിക്കുകളോ കാര്യങ്ങളോ അത്ര വലിയ സീരിയസ് അല്ല എങ്കിൽ കൂടി ഇപ്പൊ ചില കേസുകളിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിച്ചതോ അല്ലെങ്കിൽ മുന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിക്കേറ്റ കേസുകൾ നമ്മൾ MLC ആക്കാറുണ്ട് ഇല്ലേ? കേസുമായി ബന്ധപ്പെട്ട് ഒരു എവിഡൻസുമായി ബന്ധപ്പെട്ടൊക്കെ MLC ആക്കാറുണ്ട്. അപ്പൊ അത്തരം കേസിൽ വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഇല്ലെങ്കിലും കൂടി ഇപ്പൊ അവരുടെ ആ ഒരു പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെയോ ഒക്കെ ആ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ അഭ്യർത്ഥന പ്രകാരം ഈ കേസ് MLC ആക്കണം എന്നൊരു അഭ്യർത്ഥന ഉണ്ടെങ്കിൽ ഇത് പരിഗണിക്കാവുന്നതാണ്. ആർക്ക്? ഡോക്ടറിന് പരിഗണിക്കാവുന്നതാണ്. ആൻഡ് പോലീസ് ഷുഡ് ബി ഇൻഫോംഡ്. നമുക്കറിയാലോ ഏതൊരു MLC കേസ് രജിസ്റ്റർ ചെയ്യുമ്പോഴും നമ്മൾ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കും അല്ലെ? കൃത്യമായിട്ട് പോലീസിന് എന്ത് ചെയ്യാം? ഇൻഫർമേഷൻസ് നൽകുക. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ ശരി. തേർഡ് വൺ ആണ്, if any case has already been registered as medico-legal case in another hospital or dispensary, a fresh report may not be. പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതില് ആ ഫ്രഷ് റിപ്പോർട്ട് മേ നോട്ട് ബി എന്ന് പറഞ്ഞിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് അനദർ ഹോസ്പിറ്റൽ ഓർ ഡിസ്പെൻസറി എ ഫ്രഷ് റിപ്പോർട്ട് മേ നോട്ട് ബി വരെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അനദർ ഹോസ്പിറ്റൽ or dispensary a fresh report may not be എന്ന് പറയുന്നവരെ may not be വരെ. അപ്പൊ നോക്കാം ട്ടാ. may not be prepared but the case may be labeled as medico-legal mentioning the previous MLC number and record of further treatment should be kept as MLC. ഇപ്പോ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിരുന്നു അല്ലെ? പുതിയതായിട്ട് ഇപ്പൊ ഓൾറെഡി ഒരു മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് ഈ ഒരു കേസ് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോ ഡിസ്പെൻസറിയിലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ പുതിയ ഹോസ്പിറ്റല് ഒരു ഫ്രഷ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതായിട്ടില്ല അല്ലെ? പകരം അവര് ചെയ്യേണ്ട കാര്യം, ഈ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ആ ഒരു മെഡിക്കൽ റെക്കോർഡില് അത് മെഡിക്കോ ലീഗൽ കേസിന്റെ റെക്കോർഡാണ് എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. കൃത്യമായിട്ട് പരാമർശിച്ചിട്ട് അതിനുള്ളില് അവർക്ക് ആ ഒരു കൃത്യമായിട്ട് അവരുടെ മുൻപുണ്ടായിരുന്ന ആ ഒരു മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള MLC റെക്കോർഡിന്റെ നമ്പർ ഇല്ലേ? രജിസ്റ്റർ ചെയ്തിട്ടുള്ള MLC റെക്കോർഡിന്റെ നമ്പർ ഇല്ലേ? അത് ഇതിൽ മെൻഷൻ ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു MLC റെക്കോർഡിന്റെ നമ്പർ ഇതാണ്. ഈ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു നമ്പറുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു മെഡിക്കോ ലീഗൽ കേസ് ഫയലാണ് എന്നൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് അതിനുള്ളിൽ അവർക്ക് തുടർന്ന് എന്തൊക്കെ പരിചരണങ്ങളോ കാര്യങ്ങളോ ആണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർക്ക് കൊടുത്തിട്ടുള്ള മറ്റ് കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് രേഖയായിട്ട് സൂക്ഷിക്കും? ഈ MLC റെക്കോർഡിനുള്ളിൽ സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോ മൂന്നാമത്തെ പോയിന്റ് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, മറ്റെവിടെയെങ്കിലും MLC ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആ ഹോസ്പിറ്റലിൽ അത് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. മറിച്ച് അതിൽ ഫ്രഷ് റിപ്പോർട്ടോ കാര്യങ്ങളോ തയ്യാറാക്കേണ്ട. മറിച്ച് അവരിവിടെ ചെയ്യേണ്ട കാര്യം, ഇവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളും ട്രീറ്റ്മെന്റുകളും മറ്റു പരിശോധനകളും എല്ലാം അവരുടെ ആ ഒരു റെക്കോർഡിനുള്ളിൽ രേഖ പോലെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ആ ഒരു റെക്കോർഡിന് മുകളിലായിട്ട് ഇതൊരു മെഡിക്കോ ലീഗൽ കേസ് റെക്കോർഡാണ് എന്ന് മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു MLC ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു രജിസ്ട്രേഷൻ നമ്പറും കൃത്യമായിട്ട് ഇതിന് മുകളിൽ എഴുതിയിരിക്കണം. ക്ലിയർ ആണോ? തേർഡ് പോയിന്റ് ക്ലിയർ ആയോ?
ഓക്കെ, ആ 3 പോയിന്റ് വേഗം ഒന്ന് വായിച്ചു നോക്കി. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് വൺ ആണ് എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസസ്. ഇനി മെഡിക്കോ ലീഗൽ കേസസ് വരുമ്പോ ഒരു ഡോക്ടറിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. മറ്റത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു, ഇത് നമ്മുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലും ഒരു 3 പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇഫ് എ കേസ് ഇസ് ബ്രോട്ട് ബൈ പോലീസ് സെവറൽ ഡേയ്സ് ആഫ്റ്റർ ദ ഇൻസിഡന്റ് ഫോർ മെഡിക്കോ ലീഗൽ എക്സാമിനേഷൻ. ഇപ്പൊ ഒരു പോലീസ് ഒരു ഇൻസിഡന്റ് നടന്നു, അത് കഴിഞ്ഞ് കുറച്ച് ദിവസമായതിനു ശേഷമാണ് അവരെ പോലീസ് മെഡിക്കോ ലീഗൽ പരിശോധനയ്ക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതെന്ന് വിചാരിക്കും. അപ്പൊ കേസ് നടന്ന ഉടനെയല്ലാട്ടോ കൊണ്ടുവരുന്നത്, അതല്ല, ഉടനെയല്ല കൊണ്ടുവരുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പോലീസ് ഈ ഒരു എന്താണ് സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് മെഡിക്കോ ലീഗൽ പരിശോധനയ്ക്കായിട്ട് ഇവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. So the opinion regarding the case is to be given according to the present exam findings and present condition of the patient. അപ്പൊ നമുക്ക് എപ്പോഴുള്ള ഒപ്പീനിയനെ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു മെഡിക്കോ ലീഗൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുമ്പോൾ അപ്പോ നിലവിൽ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഒരു അഭിപ്രായമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അങ്ങനെയാണ് കൊടുക്കാൻ പാടുള്ളൂ. അതാ ഇവിടെ പറയുന്നത് ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആ ഡോക്ടറിന്റെ അഭിപ്രായം എന്തിനനുസൃതമായിട്ടായിരിക്കണം? ടു ദ പ്രസന്റ് എക്സാം ഫൈൻഡിങ്സ്. നിലവിൽ നമ്മൾ ആ പേഷ്യന്റിനെ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ പരിശോധനകൾ നടത്തിയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കണ്ടെത്തലുകൾ നടത്താൻ പറ്റും, പേഷ്യൻസിന്റെ നിലവിലുള്ള കണ്ടീഷൻ എങ്ങനെയാണ്, അവസ്ഥ എങ്ങനെയാണ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ആ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായം നൽകേണ്ടത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ആ പ്രസന്റ് ടൈമിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒപ്പീനിയൻ കൊടുക്കാം. പക്ഷെ ഇത് ആ സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പൊ അപ്പോഴുള്ള പേഷ്യന്റിന്റെ കണ്ടീഷനും അപ്പോഴുള്ള ഫിസിക്കൽ എക്സാമിനേഷൻസും കാര്യങ്ങളും നടത്തിയതിന്റെ ആ ഒരു കണ്ടെത്തലിൽ നിന്നുള്ള ഒപ്പീനിയൻ ആയിരിക്കും ഡോക്ടറിന് കൊടുക്കാൻ സാധിക്കുക അല്ലെങ്കിൽ കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? രണ്ടാമത്തത് ഇഫ് എ കേസ് ഹാസ് ഓൾറെഡി ബീൻ ഡീംഡ് that with a non-medico legal by the first examining doctor, if the casualty it can be made medico legal by the concerned treating unit doctor if they suspect any foul play at any stage while the patient is in hospital. They have to do all medico legal formalities in such cases. അതായത് ഇപ്പൊ രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഒരു കാഷ്വാലിറ്റിയിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു. ആക്ച്വലി അതൊരു മെഡിക്കോ ലീഗൽ കേസ് ആയിരുന്നു. പക്ഷേ ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലേ? പരിചയമുള്ള ഡോക്ടർ ആവാം, പരിചയമുള്ള മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവാം. അത് അത്തരത്തിലുള്ള ആളുകളെ സ്വാധീനിക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഫൗൾ പ്ലേ നടത്തി അവിടുത്തെ കാഷ്വാലിറ്റിയിലെ ഡോക്ടറെ കൊണ്ട് പറയിക്കുകയാണ്. ആ ഒരു ഫസ്റ്റ് അവർ എക്സാമിൻ ചെയ്യുന്ന ഡോക്ടർ കാഷ്വാലിറ്റി ഡോക്ടർ ആയിരിക്കുമല്ലോ, അല്ലെ? ഇങ്ങനെ ഇഞ്ചുറിയോ കാര്യങ്ങളോ നമ്മൾ ആദ്യം കാഷ്വാലിറ്റിയിലേക്ക് അല്ലേ കൊണ്ടുപോവാം. അതിനുശേഷമാണ് അവരെ മറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ആ ഒരു അവര് ഫസ്റ്റ് എക്സാമിനിങ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഇത് MLC ആണോ അല്ലയോ എന്ന് ആദ്യം തീരുമാനിക്കുന്നത്. അപ്പൊ കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞപ്പോ ആ ഡോക്ടർ പരിശോധനകൾ നടത്തി ആ ഡോക്ടർ എന്തെന്നാണ് എഴുതിയത്? നോൺ മെഡിക്കോ ലീഗൽ കേസ് ആണ് ഇത് എന്നാണ് രജിസ്റ്റർ എഴുതിയിരിക്കുന്നത്. മെഡിക്കോ ലീഗൽ ആയിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ ഒരു കേസ്. ഇനി അത് ഫസ്റ്റ് ആ ഒരു കാഷ്വാലിറ്റിയിലെ പരിശോധിക്കുന്ന ഡോക്ടറാണ് കേട്ടോ നോൺ മെഡിക്കോ ലീഗൽ കേസ് എന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്തു. അങ്ങനെ കൈകാര്യം ചെയ്ത് അതിനുശേഷം അവർ ആ ഹോസ്പിറ്റലിൽ തന്നെ മറ്റെന്തെങ്കിലും പരിചരണങ്ങൾക്കോ തുടർ ചികിത്സയ്ക്കോ ആയിട്ട് സ്റ്റേ ചെയ്യുന്ന സമയത്ത് അവരെ ട്രീറ്റ് ചെയ്യുന്ന കൺസേണിങ് ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ സ്പെസിഫിക് ആയിട്ടുള്ള മേഖലയുമായി ബന്ധപ്പെട്ട്, അല്ലെ?
അവർക്ക് ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ ആ ഡോക്ടർ ആയിരിക്കും. ലങ്സുമായി ബന്ധപ്പെട്ടോ ലിവറുമായി ബന്ധപ്പെട്ടോ മറ്റെന്ത് പ്രോബ്ലം ബോൺസുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആണെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് ആയിരിക്കില്ലേ പിന്നെ കാഷ്വാലിറ്റിയിൽ നിന്നും പോന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ നോക്കുന്നത് അല്ലേ. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അവര് ഹോസ്പിറ്റലുള്ള കേസാണ് കേട്ടോ പറയുന്നത്. ആ ഹോസ്പിറ്റലുണ്ട്, പേഷ്യൻസിന് തുടർ പരിചരണം നമ്മൾ കൊടുത്തോണ്ടിരിക്കാം. അപ്പൊ ഇവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന് തോന്നാണ് ഈ കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോ ഇത് നോൺ മെഡിക്കോ ലീഗൽ ആയിരുന്നു. പക്ഷെ ഇവിടത്തെ അവരെ ട്രീറ്റ് ചെയ്യുന്ന ബന്ധപ്പെട്ട കൺസേണിങ് ഡോക്ടറിന് തോന്നാണ് ഇത് മെഡിക്കോ ലീഗൽ കേസാണ്. ഇത് വന്ന വഴിയിൽ എന്തോ ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട്, തെറ്റായ എന്തോ കളികൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് നോൺ മെഡിക്കോ ലീഗൽ എന്ന രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് ആ ഡോക്ടറിന് തോന്നാണ്. അങ്ങനെ ആ ഡോക്ടറിന് തോന്നിയാൽ ഇതെന്താക്കി മാറ്റാം എന്നാ പറയുന്നത്, ഈ കേസിനെ മെഡിക്കോ ലീഗൽ ആക്കി മാറ്റാം. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴാണ് മെഡിക്കോ ലീഗൽ ആക്കി മാറ്റാൻ പറ്റുന്ന? വൈൽ ദ പേഷ്യന്റ് ഈസ് ഇൻ ഹോസ്പിറ്റൽ. പേഷ്യന്റ് ഹോസ്പിറ്റലിലുള്ള കേസാണ് എങ്കിൽ ആ ട്രീറ്റ് ചെയ്യുന്ന അവരുടെ ഡോക്ടറിന് അങ്ങനെ ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഫർദർ പരിശോധനകളും കാര്യങ്ങളും നടത്തി എന്ത് ചെയ്യാം, ഇത് മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള മെഡിക്കോ ലീഗൽ ഫോർമാലിറ്റീസും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഓൾറെഡി ഒരു കേസ് വന്നു, കാഷ്വാലിറ്റിയിലേക്കാണല്ലോ ആദ്യം വരിക. അപ്പൊ ആ കാഷ്വാലിറ്റിയിലെ പരിശോധിക്കുന്ന ഡോക്ടർ പറയാണ് ഇത് മെഡിക്കോ ലീഗൽ ഒന്നും അല്ല, നോൺ മെഡിക്കോ ലീഗൽ എന്ന രീതിയിൽ കൈകാര്യം ചെയ്തു. ചിലപ്പോ ആ ഒരു ഡോക്ടറിന്റെ പരിചയമുള്ള അല്ലെങ്കിൽ ആ ഡോക്ടറിനെ അറിയാവുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഫോഴ്സ് ചെയ്തോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തോ ചെയ്യിപ്പിക്കുന്നതുമാവാം. അപ്പൊ അത്തരം കേസുകൾ അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു ഫൗൾ പ്ലേ എന്തെങ്കിലും ആ ഒരു സ്റ്റേജസിൽ നടന്നിട്ടുണ്ട് എന്ന് അവരെ പിന്നീട് ട്രീറ്റ് ചെയ്യുന്ന, അവർ ഹോസ്പിറ്റലിൽ തന്നെയുള്ളൂ, ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ആ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിന് തോന്നുകയാണെങ്കിൽ അത് മെഡിക്കോ ലീഗലാക്കി മാറ്റാനായിട്ട് അവർക്ക് സാധിക്കും, ആ ഒരു ഡോക്ടറിന് സാധിക്കും. അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ഫോർമാലിറ്റീസും ഇത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചെയ്യാനും കഴിയും. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. Third one ആണ് not registering a case as MLC by CMO shall solely depend on his assessment and not with anybody's request or order. അല്ലെ, എപ്പോഴും ഒരു MLC ഒരു CMO എന്താണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണല്ലോ ഇതിന്റെ ആ ഒരു MLC-യുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആള്. അപ്പൊ ആ ഒരു വ്യക്തി സോൾലി ഡിപ്പെൻഡ് ഓൺ ഹിസ് അസസ്മെന്റ്, ഇത് രജിസ്ട്രേഷൻ ഈ ഒരു വരുന്ന കേസുകൾ MLC ആക്കണോ അല്ലെങ്കിൽ നോട്ട് രജിസ്റ്ററിംഗ് കേസ് ആസ് MLC അല്ലാതെ അല്ല രജിസ്റ്റർ ചെയ്യണ്ട എന്ന് വിചാരിക്കണം. അതൊക്കെ ആരുടെ ആ ഒരു അസസ്മെന്റിന്റെയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിക്വസ്റ്റ് ആരുടെങ്കിലും റിക്വസ്റ്റ് ഓർഡറോ പ്രകാരമാണോ ചെയ്യേണ്ടത്? അല്ല, അല്ലെ. ഒരിക്കലും അവരുടെ മറ്റൊരു വ്യക്തിയുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ അഭ്യർത്ഥനയോ അല്ലെങ്കിൽ അവരുടെ ഓർഡറോ കാര്യങ്ങളോ പ്രകാരമല്ല ഇത് MLC ആക്കാതിരിക്കേണ്ടത്. അപ്പൊ വരുന്ന കേസുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അത് MLC ആണെങ്കിൽ MLC ആയിട്ട് രജിസ്റ്റർ ചെയ്യുക, അതല്ല എങ്കിൽ നോൺ മെഡിക്കോ ലീഗൽ കേസ് ആയിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടത് അത് ആരുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമാണ്? CMOയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്ന കാര്യമാണ്. അല്ലാതെ ഒരിക്കലും ഒരാളുടെയും സ്വന്തമായിട്ട് അവരുടെ വിലയിരുത്തലിൽ നിന്ന് അവർ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഒരിക്കലും ഒരാളുടെ റിക്വസ്റ്റോ അല്ലെങ്കിൽ ഓർഡറോ പ്രകാരം ഇത് MLC അല്ല എന്നാക്കി മാറ്റരുത്. He will be held responsible if anything goes wrong. ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടന്നാൽ ആരുടെ തലയിൽ തന്നെയായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി വരിക? CMOയുടെ തലയിലായിരിക്കും, അല്ലെ? CMOയ്ക്ക് ആയിരിക്കില്ല ആ റെസ്പോൺസിബിലിറ്റി വരിക. അതുമായി ബന്ധപ്പെട്ട് മറ്റു കേസോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാല് അല്ലേ? അത് MLC ഉള്ള കേസായിരുന്നു, അത് അവര് MLC അല്ലാതെ കൈകാര്യം ചെയ്ത അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ല. അത് മറ്റൊരാളുടെ റിക്വസ്റ്റ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഓർഡർ പ്രകാരമാണ് ചെയ്തത്. എങ്കിൽ പോലും ചെയ്ത വ്യക്തി ഇദ്ദേഹമാണല്ലോ, അല്ലെ? അദ്ദേഹമാണ് അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു കേസോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ്, അല്ലെ? നിയമപരമായ എന്ത് കാര്യങ്ങളും അദ്ദേഹം തന്നെയായിരിക്കും നേരിടുക. അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് അല്ല അതുകൊണ്ട് എന്റെ തലയിൽ കുറ്റം വരരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? മറ്റാളുകൾ ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്യാം, ഓർഡർ കൊടുക്കാം. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി സ്വന്തം വിലയിരുത്തലിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കണം ഒരു CMO എന്ന നിലയ്ക്ക് മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? വേഗം 3 പോയിന്റ്സ് എന്ന് വായിച്ചു നോക്കി. എക്സാമിനേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസസിന്റെ
ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് വണ്ണാണ് പ്രിപ്പറേഷൻ ഓഫ് മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റ്. മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഫോർ ഫസ്റ്റ് വൺ ആണ് കേട്ടോ. ഫോർ ഓൾ ദ കേസസ് രജിസ്റ്റേർഡ് ആസ് മെഡിക്കോ ലീഗൽ, the injury sheet must be filled up in duplicate, wherein all the columns inside the sheet must be completed with the help of a police constable deputed for the purpose. ഇവിടെ മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെഡിക്കോ ലീഗൽ കേസുകളുമായി ബന്ധപ്പെട്ട് ഇഞ്ചുറി ഷീറ്റുകൾ തയ്യാറാക്കണം. അത് ഡ്യൂപ്ലിക്കേറ്റ്, അതായത് പോലീസിന് ഒരു കോപ്പി നമ്മുടെ പോലീസിന് കൈമാറണം, ഒരെണ്ണം ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് 2 കോപ്പികൾ സാധാരണയായിട്ട് നമ്മൾ ഇഞ്ചുറി ഷീറ്റുകളാണെങ്കിലും എല്ലാ റെക്കോർഡുകളുടെ എല്ലാ കാര്യത്തിലും 2 കോപ്പീസ് ആണ് നമ്മൾ ചെയ്യുക. ഇവിടെ ഇഞ്ചുറി ഷീറ്റും ഇതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഫില്ല് ചെയ്യണം, അതായത് 2 എണ്ണം ഫില്ല് ചെയ്യണം. അപ്പൊ അത് ഫില്ല് ചെയ്യേണ്ടത് ആ ഒരു ഇഞ്ചുറി ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ എല്ലാ ഡീറ്റെയിൽസ്, പേഷ്യൻസിന്റേതായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവും, അവരുടെ പരിക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾ ഇങ്ങനെ നമ്മുടെ ഒരു ഇഞ്ചുറി ഷീറ്റ് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള എല്ലാ കണ്ടെത്തലുകളും പരിശോധനകളും നടത്തിയതിന്റെ റിസൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട ഒരു ഹോൾ ബോഡിയുടെ പിക്ചറും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ഒരു ഇഞ്ചുറി ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിൽ ഓരോ കോളംസും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് with the help of a police constable deputed for the purpose. ഈ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് അവിടെ നിയമിതനായിട്ടുള്ള ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്. കാരണം മെഡിക്കോ ലീഗൽ കേസ് ആണല്ലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് കോൺസ്റ്റബിളിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാം, ഈ ഇഞ്ചുറി ഷീറ്റുകൾ പൂർത്തിയാക്കുക എന്നതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? ഡ്യൂപ്ലിക്കേറ്റ് ആണ് 2 എണ്ണം. ഒന്ന് പോലീസിന് കൈമാറാനും ഒരെണ്ണം നമ്മുടെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാനും വേണ്ടിയിട്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഇതിലെ കോളംസും കാര്യങ്ങളും ഒക്കെ ആ ഷീറ്റിലെ ഫില്ല് ചെയ്യേണ്ടത് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പോലീസ് കോൺസ്റ്റബിളിന്റെ സഹായത്തോടു കൂടി ആയിരിക്കണം. മെഡിക്കോ ലീഗൽ കേസ് ഷീറ്റിന്റെ കാര്യമാണോ പറയുന്നത്? ഓക്കെ അല്ലേ? രണ്ടാമത്തത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ ഹു ബ്രോട്ട് ദ പേഷ്യന്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ കേസ് ഫയൽ. അതുപോലെ തന്നെ നമ്മൾ എഴുതാറുണ്ട് അല്ലെ, അപ്പൊ ആരെങ്കിലും പേഷ്യൻസിനെ, രോഗിയെ ആരാണോ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, ആ കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് ഇല്ലേ, അഡ്രസ്, ഫോൺ നമ്പർ ഒക്കെ മേടിക്കാറില്ലേ? മേടിക്കാറുണ്ടോ? ഇനി പിന്നീട് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് തെളിവുകളായിട്ടും കാര്യങ്ങളും ചോദ്യം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടി, അതാണ് ഇവിടെ രണ്ടാമത്തെ പറയുന്നത്. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പേഴ്സൺ ഹു ബ്രോട്ട് ദ പേഷ്യന്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ കേസ് ഫയൽ. അവരുടെ ആ ഒരു മെഡിക്കോ ലീഗൽ കേസ് ഫയലില് ഈ രോഗിയെ കൊണ്ടുവന്ന ആ ഒരു വ്യക്തിയുടെ പേര്, അവരുടെ അഡ്രസ്, ഫോൺ നമ്പർ മുതലായ കാര്യങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓരോ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കാണ്ട്, അല്ലെങ്കിൽ പിന്നെ ഒരുമിച്ച് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാണ് മിസ് ചോദിക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത്, while filling the injury sheet, special emphasis should be given to name, age, sex, date and time of arrival, and also on detailed exams of the injury, like its number, its dimension, its position and march. ഇവിടെ നമ്മളൊരു ഇഞ്ചുറി ഷീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുക്കേണ്ട, അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ട, ഫില്ല് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു എംഫസിസ് അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കേണ്ട ഭാഗങ്ങളാണ്. പേര് എഴുതണം, ഏത് പേഷ്യന്റ് ആണ്, അവരുടെ വയസ്സ് എത്രയാണ്, മെയിൽ ആണോ ഫീമെയിൽ ആണോ അല്ലെ, സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് അറൈവൽ, ഈ ഹോസ്പിറ്റലിലേക്ക് അവർ ഏത് ദിവസം ഏത് സമയത്താണ് എത്തിയത്,
ആൻഡ് ഓൾസോ ഓൺ ഡീറ്റെയിൽ അവരുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന. പ്രധാനമായിട്ടും അവരുടെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഇഞ്ചുറീസ്. ചില ആളുകൾക്ക് ഒരുപാട് പരിക്കുകളുണ്ടാവും ഇല്ലേ? ഒരുപാട് പരിക്കുകളുള്ള ആളുകളുണ്ടാവും. അത് പല ഭാഗങ്ങളിലായിട്ടായിരിക്കും പരിക്കുകൾ. ശരിയല്ലേ? എല്ലാവർക്കും ഒരേ രീതിയിലാവണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ ഇഞ്ചുറി, എത്ര ഇഞ്ചുറി ഉണ്ട്, അതിന്റെ നമ്പേഴ്സ് എത്രയുണ്ട്, പല ഭാഗത്തായിട്ടാണ് പരിക്കുകൾ, അല്ലെങ്കിൽ എത്ര പരിക്കുകളുണ്ട്, അതിന്റെ ആഴം എത്രയാണ് അല്ലെ? ചില ആൾക്ക് വളരെ ഡീപ്പായിട്ടുള്ള പരിക്കായിരിക്കും. ശരിയല്ലേ? ചിലർക്ക് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പരിക്കായിരിക്കും ഇല്ലേ? ഡീപ്പായിട്ടുള്ളതാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റും കാര്യങ്ങളും പരിശോധനകളും ഒക്കെ പിന്നെയും നടത്തേണ്ടതും കുറച്ച് ദിവസം അധികം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും ഇല്ലേ? അപ്പൊ അങ്ങനെ ആ ഒരു ഇഞ്ചുറിയുടെ അളവ് അല്ലെങ്കിൽ ആഴം എത്രയാണ്, അതുപോലെ അതിന്റെ കൃത്യമായിട്ട് നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട് ബോഡിയുടെ ഏത് മാർജിനിലാണ്, ഏത് വശത്തായിട്ടാണ് ആ ഒരു പരിക്കുകൾ വരുന്നത്, കൃത്യമായിട്ടുള്ള പൊസിഷൻ എവിടെയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ കണ്ടു കാണും ഇഞ്ചുറി ഷീറ്റിൽ നമ്മുടെ ഒരു ഫുൾ ബോഡിയുടെ ഒരു പിക്ചർ ഉണ്ടാവും. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഫുൾ ബോഡിയുടെ ഒരു, അതായത് തല മുതൽ കാല് വരെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ട്, ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതായത് തലയിൽ ഒരു ഇഞ്ചുറിയാണ് അല്ലെ, അത് ഈ ഒരു മാർജിൽ ഈ ഒരു പൊസിഷനിലാണ്. ഇനി ചെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇഞ്ചുറി എങ്കിൽ അത്, ഹാൻഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്ത് ആ ഒരു പിക്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ പെട്ടെന്ന് അത് എടുത്ത് നോക്കുമ്പോൾ എവിടെയൊക്കെയാണ് അവരുടെ പരിക്കുകൾ എന്ന് വ്യക്തമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ എത്രത്തോളം ഡീപ്പിൽ ആ ഒരു മുറിവുണ്ട്, എത്ര നമ്പർ ഓഫ് ഇഞ്ചുറീസ് ഉണ്ട്, ഏതാണ് നമ്മുടെ ബോഡിയിൽ ഏത് മാർജിനുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു പരിക്ക് വന്നിരിക്കുന്നത്, അതുപോലെ തന്നെ എന്നാണ് അവർ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത്, അതിന്റെ ഡേറ്റ്, ഏത് സമയത്ത് വന്നതൊക്കെ പിന്നീട് കേസും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ആ ഒരു വ്യക്തിയുടെ പേര്, ഏജ്, സെക്സ്, ഇത്രയും കാര്യങ്ങള് പ്രധാനമായിട്ടും വളരെ ശ്രദ്ധ കൊടുത്ത് വേണം ഒരു ഇഞ്ചുറി ഷീറ്റ് ഫില്ല് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ അത്? മനസ്സിലായോ? തേർഡ് പോയിന്റ്. ഓക്കെ. Then fourth one പറയുന്നത്, if it is not possible to give a opinion regarding the nature of injury immediately, a case may be mentioned under observation. അപ്പൊ നമുക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, ഒരു മെഡിക്കൽ ലീഗൽ കേസുള്ള ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കേസ് വന്നു. നമുക്ക് പെട്ടെന്ന് അതിനുള്ള ആ ഒരു ഇഞ്ചുറി, ആ പരിക്കുമായി ബന്ധപ്പെട്ട അതിന്റെ പരിക്കിന്റെ ആ ഒരു സ്വഭാവം മുതലായ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അതിനൊരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. ഇന്നൊരു പരിക്കാണ് അല്ലെങ്കിൽ അത് ഇങ്ങനെ വന്നതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ അതിന് പറയാൻ പറ്റുന്നില്ല എങ്കിൽ എ കേസ് മേ ബി മെൻഷൻ അണ്ടർ ഒബ്സർവേഷൻ. അതെന്ത് ചെയ്യുക? ആ കേസ് നിരീക്ഷണത്തിലാണ് അല്ലെങ്കിൽ ഒബ്സർവേഷനിലാണ് എന്ന് കൃത്യമായിട്ട് അവിടെ പരാമർശിക്കേണ്ടതുമാണ്. നമുക്ക് എല്ലാ കേസുകളും പെട്ടെന്ന് പറയാൻ പറ്റുമോ? അത് ഇന്ന രീതിയിൽ വന്ന പരിക്കാണ് അല്ലെങ്കിൽ ഇത് ഇത്രത്തോളം ഡീപ്പായിട്ട്, ചിലപ്പോ ഇന്റേണൽ ആയിട്ടുള്ള പരിക്കുകളുള്ള ആളുകളുണ്ടാവും ഇല്ലേ? പുറമേ കാണുന്ന പരിക്കുകൾ മാത്രമല്ല അല്ലെ ഒരാൾക്ക് ഉണ്ടാവാൻ പറ്റുക. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അതിനുള്ള പരിഹാരം ഇന്ന പരിക്കാണ്, ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ എല്ലാ കേസിലും? ഇല്ല. കൂടുതലായിട്ടുള്ള പരിശോധനകളും നിരീക്ഷണങ്ങളിലൂടെയാണ് പറയാൻ പറ്റുന്നത് ഒരു ഡോക്ടറിന് അല്ലെ? ആണോ? അപ്പൊ അങ്ങനെ ഒരു മെഡിക്കൽ ലീഗൽ കേസ് വരുമ്പോ പെട്ടെന്ന് നമുക്ക് ആ ഒരു പരിക്കിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ഉടനെ പറയാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ എന്ത് മെൻഷൻ ചെയ്യണം? അണ്ടർ ഒബ്സർവേഷൻ എന്ന് മെൻഷൻ ചെയ്യണം. മനസ്സിലായോ? നിരീക്ഷണത്തിലാണ് എന്ന് മെൻഷൻ ചെയ്യണം. അങ്ങനെ ഒരു 24 hours കാര്യങ്ങളോ നിരീക്ഷണത്തിൽ വെച്ചതിന് ശേഷം ആ ഡോക്ടർ കൂടുതൽ പരിശോധനകളും കാര്യങ്ങളും നടത്തി കുറേയധികം ഒബ്സർവേഷൻസും കാര്യങ്ങളും നടത്തി അവർക്ക് വ്യക്തമായിട്ട് ഇന്ന ഒരു പരിക്കാണ് അവർക്ക് പറ്റിയിരിക്കുന്നത്, ആ പരിക്കിന്റെ രോഗത്തിന്റെ സ്വഭാവം ഇന്നതാണെന്ന് വ്യക്തമാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? Then fifth one ആണ് the final opinion can be given on a later date, but it remains the responsibility of the CMO who saw the case first and to collect information and give a final opinion. If specialist doctor has attended by case, he will give final opinion, that is simple or grievous. ഇവിടെ final opinion, അതായത് ഒരു അന്തിമ അഭിപ്രായം, ഇതിനെ കുറിച്ചൊരു അന്തിമ അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ നമുക്ക് പിന്നീട് നൽകിയാൽ മതി.
ഒരു മെഡിക്കോ ലീഗൽ കേസ് വന്നാലും പോലും അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് അവസാനം ഒരു ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ ഡോക്ടറിന്. അപ്പൊ അത് പിന്നീട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് നൽകാം. പക്ഷെ അത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ് സാധാരണയായിട്ട് ചെയ്യുന്നത്? CMOയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എന്താണ് ചീഫ് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആണ് ശരിക്കും ആ ഒരു കാഷ്വാലിറ്റിയിലേക്ക് ആദ്യമായിട്ട് ആ ഒരു കേസ് വരുമ്പോൾ ആ കേസിനെ ഫസ്റ്റ് കാണുന്നതും അവരുമായി ബന്ധപ്പെട്ട് ആ ഒരു കേസുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്? CMO ആണ് അല്ലെ? കാഷ്വാലിറ്റിയിലേക്കല്ലേ നമ്മൾ എന്തൊരു പരിക്ക് വന്നാലും ആദ്യം കൊണ്ടുപോവാ. അപ്പൊ അവിടുത്തെ കാഷ്വാലിറ്റി ഓഫീസർ അല്ലേ, മെഡിക്കൽ ഓഫീസർ അല്ലേ അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള്? അദ്ദേഹമല്ലേ ആദ്യമായിട്ട് അവരെ കാണുന്നതും അവരിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതും. അപ്പൊ അദ്ദേഹത്തിനാണ് ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക. കാഷ്വാലിറ്റിയിൽ മാത്രം നിൽക്കുന്ന കേസാണെങ്കിൽ അത് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. കാഷ്വാലിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസാണ് എങ്കിൽ അതിന്റെ ഫൈനൽ ഒപ്പീനിയൻ ആര് കൊടുത്താൽ മതി? CMOന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനി ഈ കേസ് കാഷ്വാലിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, കാഷ്വാലിറ്റിയിൽ നിന്നോ മറ്റേതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിന്റെ അടുത്തേക്ക് ഈ ഒരു കേസ് റെഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കേണ്ടത് ആരാണ്? അപ്പൊ അവിടെ ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കേണ്ടത് ആരാ? കാഷ്വാലിറ്റിയിൽ നിന്നില്ല, അവര് കേസ് കാഷ്വാലിറ്റിയിൽ മാത്രമല്ല നിന്നത്. അവര് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ആ കേസ് ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കേണ്ടത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആയിരിക്കും. മനസ്സിലായോ? ആ ഒരു ഫൈനൽ ഒപ്പീനിയൻ പിന്നെ കൊടുത്താൽ മതി. നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണല്ലോ അവസാനം നമുക്കൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഈ കേസിനെ കുറിച്ച്. അപ്പൊ അത് പിന്നീട് കൊടുത്താൽ മതി. പക്ഷെ അത് കാഷ്വാലിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസാണെങ്കിൽ അത് CMO ആണ് അതിനുള്ള ഉത്തരവാദിത്തം വഹിക്കേണ്ടത്. അതല്ല ഈ കേസ് ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനാണ് ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക. അപ്പൊ അവർ എന്ത് ഫൈനൽ ഒപ്പീനിയൻ കൊടുക്കാം? ആ ഒരു ഇഞ്ചറി സിമ്പിൾ ആണോ, ലളിതമായിട്ടുള്ള പരിക്കാണോ ഈ പേഷ്യന്റിനുള്ളത്, അല്ലെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പരിക്കാണോ ഉള്ളത്, അത്തരം കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ ഫൈനൽ ഒപ്പീനിയനിലേക്ക് വരിക. ആ ഒരു പരിക്കിന്റെ സ്വഭാവം അത് എത്രത്തോളം ആഴത്തിലുണ്ട്, അതിനനുസരിച്ച് ഗുരുതരമായിട്ടുള്ള പരിക്കാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് മാറാവുന്ന അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ള സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള പരിക്കാണോ എന്നൊക്കെ കൃത്യമായിട്ട് അതിനെ കുറിച്ചുള്ള ഒരു ഫൈനൽ ഒപ്പീനിയൻ ഈ പറയുന്ന രണ്ട് കൂട്ടർക്കും നൽകാവുന്നതാണ്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? 5th പോയിന്റ് വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി. അവർ 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതിനുശേഷം ബാക്കി പറയും. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. Then 6th point ആണ്, if a patient is admitted, it must be mentioned in the injury sheet, admitted for detailed examination and management. ഇനി പേഷ്യന്റ് അഡ്മിറ്റഡ് ആണ്, ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ നമ്മൾ പേഷ്യന്റ് അഡ്മിറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കേസ് വന്ന സമയത്ത് കാഷ്വാലിറ്റിയിലായിരുന്നു വന്നിരുന്നത്, അതിനുശേഷം ആ പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആക്കാണ് പേഷ്യന്റ്. അങ്ങനെ പേഷ്യന്റിനെ അഡ്മിറ്റഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ എന്ത് പരാമർശിക്കണം? അഡ്മിറ്റഡ് ഫോർ ഡീറ്റെയിൽ എക്സാമിനേഷൻ ആൻഡ് മാനേജ്മെന്റ് അല്ലെ? എന്തിനു വേണ്ടി അഡ്മിറ്റ് ആയെന്ന വിശദമായിട്ടുള്ള പരിശോധനകൾക്കും മാനേജ്മെന്റിനുമായിട്ട് അവരെ അവിടെ അഡ്മിറ്റ് ആക്കി അല്ലെങ്കിൽ അവിടെ പ്രവേശിപ്പിച്ചു എന്ന് കൃത്യമായിട്ട് ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ പരാമർശിച്ചിരിക്കണം. മനസ്സിലായോ?
അപ്പൊ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അഡ്മിറ്റഡ് ഫോർ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആണ് മാനേജ്മെന്റ്. വിശദമായിട്ടുള്ള പരിശോധനകൾക്കോ മാനേജ്മെന്റിന് വേണ്ടി അവരെ അവിടെ പ്രവേശിപ്പിച്ചു അല്ലെങ്കിൽ അഡ്മിറ്റഡ് ആക്കിയെന്ന് അവരുടെ ആ ഒരു ഇൻജുറി ഷീറ്റിൽ എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പരാമർശിച്ചിരിക്കണം. Then seventh one ആണ് type of weapon. If possible, must be mentioned whether blunt or sharp, hard blunt, soft blunt, cutting weapon, stabbing weapon, firearm on the basis of injury or examination. അപ്പൊ ആ ഒരു പരിക്കുമായി ബന്ധപ്പെട്ട ആ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സാധ്യമാണെങ്കിൽ എല്ലാ കേസുകളിലും സംഭവം ഇന്ന വെപ്പണാണ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇന്നതായിട്ടുള്ള വസ്തു ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പരിക്ക് പറ്റിയത് പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പരിക്കുകളാണ് പറ്റിയത് നമ്മളൊരു ഇഞ്ചുറി നോക്കി പരിശോധിക്കുമ്പോൾ ആ ഒരു ഡോക്ടറിന് മനസ്സിലാവാണ്. അങ്ങനെ മനസ്സിലാവുകയാണെങ്കിൽ അത് ഏത് ആയുധം ഉപയോഗിച്ചുകൊണ്ടാണെന്നുള്ളൊരു ഐഡിയ എന്ത് ചെയ്യണം, കൊടുക്കാനായിട്ട് സാധിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, വെദർ ബ്ലണ്ട് ഓർ ഷാർപ്പ് എന്ന് വെച്ചാൽ മൂർച്ചയുള്ളതോ അല്ലെങ്കിൽ ഷാർപ്പ് അതായത് മൂർച്ചയുള്ളതായിട്ടുള്ളതാവാം, ഹാർഡ് ബ്ലണ്ട് കടുപ്പമുള്ളതായിട്ടുള്ളതാവാം. എന്താണ് മൂർച്ചയുള്ളത് നമുക്കറിയാലോ, കത്തിക്കടാന അങ്ങനെയുള്ളതൊക്കെ മൂർച്ചയുള്ള ഐറ്റംസ് ആണ് അല്ലെ. ഹാർഡ് ബ്ലണ്ട് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ബോൾ, ബാറ്റ്, അതുപോലെ തന്നെ ഹോക്കിയുടെ സ്റ്റിക്ക്, ബ്രിക്സ്, സ്റ്റോൺ, ഇതൊക്കെ നമ്മുടെ ഹാർഡ് ആയിട്ടുള്ള അല്ലെ കട്ടിയുള്ള എന്താണ് ബ്ലണ്ട് അല്ലെങ്കിൽ കട്ടിയുള്ള ആയുധങ്ങളാണ്. അതുപോലെ സോഫ്റ്റ് ബ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുവായിട്ടുള്ളതാണ്. അത് ഇപ്പൊ മോട്ടോർ വെഹിക്കിൾസുമായി ബന്ധപ്പെട്ട ഡ്രൈവർ സ്റ്റിയറിംഗുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സീറ്റ് ബെൽറ്റുകളോ അല്ലെങ്കിൽ വീൽസ്, ഡാഷ്ബോർഡ്സ് അങ്ങനെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടുള്ള മുറിവുകളോ ഇഞ്ചുറീസോ കാര്യങ്ങളോ ആണ് സോഫ്റ്റ് ബ്ലണ്ട്. കട്ടിംഗ് വെപ്പൺസ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, മുറിക്കുന്ന ആയുധങ്ങൾ അല്ലെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്റ്റാബിംഗ് വെപ്പൺ എന്ന് പറഞ്ഞാല് കുത്തുന്ന രീതിയിലുള്ള നീളത്തിലുള്ള ലോങ് ആയിട്ടുള്ള നൈസോ അതുപോലെ തന്നെ ലോങ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ആയുധങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ ഫയർ ആം എന്ന് പറഞ്ഞാൽ ഈ ഗണ്ണ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഫയർ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഏത് വെപ്പൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പരിക്ക് ആ ഒരു രോഗിക്ക് വന്നിരിക്കുന്നത്, അതിന്റെ ആ ഒരു പരിക്കിനെ പരിശോധിച്ച് കഴിയുമ്പോൾ ചില ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ എന്താണ് ഗണ്ണുമായി ബന്ധപ്പെട്ട പരിക്കാണെന്ന് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഇപ്പോ ഹാർഡ് ആയിട്ടുള്ള ഇപ്പൊ കട്ടിയുള്ള ആ ഒരു ആയുധങ്ങളാണെങ്കിൽ ചതവായിരിക്കും കൂടുതൽ ഉണ്ടാവുക അല്ലെ. ഇപ്പൊ കല്ലോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ കയ്യിൽ വീണാൽ എന്താ പൊട്ടുന്ന അല്ലെങ്കിൽ മുറിവുണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ചതവായിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ മുറിവുകളെയും അതുപോലെ ഇപ്പോ വളരെ മൂർച്ചയുള്ളതായിട്ടുള്ള നീളമുള്ള വെപ്പൺസ് ആണ്, കൂർത്ത വെപ്പൺസ് ആണെങ്കിൽ ആഴത്തിലുള്ള എന്നാൽ വലിയ വിസ്താരത്തിലുള്ള മുറിവ് അല്ലെങ്കിൽ ആഴത്തിലുള്ള മുറിവായിരിക്കും ഉണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെ ഏത് തരത്തിലുള്ള ഇഞ്ചുറി ആണ് അല്ലെങ്കിൽ ഏത് ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇഞ്ചുറി ആണെന്ന് ആ ഒരു ഇഞ്ചുറി പരിശോധിക്കുമ്പോൾ ഡോക്ടറിന് മനസ്സിലാവുകയാണ്. സാധ്യമാണെങ്കിൽ അതുകൂടി കൃത്യമായിട്ട് ഈ ഒരു ഇഞ്ചുറി ഷീറ്റിൽ എന്ത് ചെയ്യാം, പരാമർശിക്കേണ്ടതാണ്. ക്ലിയർ ആണോ അത്? സെവൻത് പോയിന്റ് മനസ്സിലായോ? ഓക്കെ. Then next one ആണ് nature of injury may be mentioned, simple, grievous or dangerous or serious. അതുപോലെ തന്നെ ഈ ഒരു പരിക്കിന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് വളരെ ലളിതമായിട്ടുള്ള പരിക്കാണോ അതോ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള പരിക്കുകളാണോ എന്നൊക്കെ ആ പരിക്കിന്റെ സ്വഭാവം കൃത്യമായിട്ട് ഈ ഒരു ഇഞ്ചുറി ഷീറ്റിൽ എന്ത് ചെയ്തിരിക്കണം, പരാമർശിച്ചിരിക്കണം. Then in case of suspected poisoning, it must be mentioned as poisoning nature not known instead of unknown poisoning. അപ്പൊ ഇപ്പോ ചില പേഷ്യൻസിന്റെ കേസസിൽ പോയിസണിങ് ആയിരിക്കും, സംശയാസ്പദമായിട്ടുള്ള വിഷബാധയായിരിക്കും അല്ലെ. ഇഞ്ചുറി എന്ന് മാത്രം പറയാമല്ലോ, മെഡിക്കൽ ലീഗൽ കേസിൽ വരുന്നതല്ലേ പോയിസണിങ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷബാധ അതായത് അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വിഷബാധ ഏറ്റിട്ടുണ്ട് എന്ന് നമുക്ക് സംശയിക്കുന്ന കേസാണ്, ഉറപ്പായിട്ടില്ല കേട്ടോ. എന്താണ് സസ്പെക്റ്റഡ് പോയിസണിങ് എന്ന് പറയുന്നത്? സംശയിക്കുന്ന എന്തെങ്കിലും ഒരു വിഷബാധയുണ്ട് എങ്കിൽ ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ എന്താണ് മെൻഷൻ ചെയ്യേണ്ടത്? അവരുടെ കേസിൽ പോയിസണിങ് നേച്ചർ നോട്ട് നോൺ, അതായത് അജ്ഞാത വിഷബാധ സ്വഭാവം എന്നാണ് കാണിക്കുന്നത്. അല്ലാതെ ഇൻസ്റ്റെഡ് ഓഫ് അൺനോൺ പോയിസണിങ് നമുക്ക് ഇടാൻ പറ്റോ? അജ്ഞാത വിഷബാധയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ടോ അവിടെ? ഉറപ്പാണോ അത്? ആണോ? അൺനോൺ പോയിസണിങ് അതായത് അജ്ഞാതമായിട്ടുള്ള വിഷബാധ എന്ന് എഴുതാൻ പറ്റുമോ? എന്തുകൊണ്ടാ പറ്റാത്തത്?
സസ്പെക്റ്റഡ് ആണ് അല്ലെ, അത് നമ്മൾ തെളിയിച്ചിട്ടില്ല, അതാണെന്നുള്ളത് പല പരിശോധനകളിലൂടെയും നമുക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇവിടെ പ്രാഥമികമായിട്ട് നമുക്ക് പറയാൻ പറ്റും അജ്ഞാത വിഷബാധയുടെ ഒരു സ്വഭാവം ആ പേഷ്യന്റിൽ കാണുന്നുണ്ട് അല്ലെ, അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം സംശയിക്കുന്നേ ഉള്ളൂ നമ്മള്, വിഷബാധ ഉണ്ടാവാം, അതുമായി ബന്ധപ്പെട്ട സ്വഭാവങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നേച്ചറാണ് ബോഡി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവാം, സംശയമാണ് അല്ലെ, നമ്മൾ അവിടെ ഉറപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോയിസണിങ് നേച്ചർ ഉണ്ട് എന്ന് എഴുതാൻ പറ്റുള്ളൂ, അല്ലാതെ അൺനോൺ പോയിസണിങ് ആണ് അല്ലെങ്കിൽ വിഷബാധയാണ് എന്ന് എഴുതാൻ പാടില്ല. ക്ലിയർ ആണോ? 9th പോയിന്റ് മനസ്സിലായോ? ഓക്കെ. Then 10th one ആണ്, in very critical cases where management is the first priority, the general finding may be noted and the patient may be immediately be admitted for immediate treatment, and above facts must be mentioned on the injury sheet. Also that the case has been admitted for further detailed exam and management. അപ്പോൾ നമുക്കൊരു വളരെ വലിയ ക്രിട്ടിക്കൽ കേസുകളാണ് എങ്കിൽ വേറെ മാനേജ്മെന്റ് നമ്മുടെ ഈ പറയുന്ന എല്ലാ ഇഞ്ചുറി ഷീറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല അല്ലെ. വളരെ വലിയ രീതിയിലുള്ള ക്രിട്ടിക്കൽ കേസ് ആണെങ്കിൽ ആദ്യം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ എന്താണ് രോഗം അല്ലെങ്കിൽ വരുമ്പോൾ അവരുടെ പ്രാഥമികമായിട്ടുള്ള പേരും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുക, രജിസ്റ്റർ ചെയ്യാവുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൈമറി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അതിനുശേഷം പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുകയും അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ പ്രയോറിറ്റി അല്ലെ. ആ വ്യക്തിയെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതല്ലാതെ ഈ ഒരു കേസ് ഞാൻ റെഡി ആക്കട്ടെ, ഞാൻ ഈ ഷീറ്റ് കംപ്ലീറ്റ് ആക്കട്ടെ എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് പ്രയോറിറ്റി വളരെ വലിയ രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ കേസ് വന്നാല് ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ പേഷ്യൻസിന് ആവശ്യമായ അവരെ അഡ്മിറ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് എന്തൊക്കെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവരുടെ ആ ഒരു ഇൻഷുറൻസ് ഷീറ്റിൽ പരാമർശിച്ച് അല്ലെങ്കിൽ മെൻഷൻ ചെയ്താൽ മാത്രം മതി. അതുപോലെ ഓൾസോ ദ കേസ് ഹാസ് ബീൻ അഡ്മിറ്റഡ് ഫോർ ഫർദർ ഡീറ്റെയിൽ. ഇനി അതിനുശേഷം അവർക്ക് ഇമ്മീഡിയറ്റ് കെയറും കാര്യങ്ങളും കൊടുത്ത് പിന്നെയും അവർ അവിടെ കുറച്ച് ദിവസത്തേക്ക് പ്രവേശിപ്പിച്ച് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ വേണമെങ്കിൽ ഡീറ്റെയിൽഡ് പരിശോധനകളും കാര്യങ്ങളും മാനേജ്മെന്റ് ഒക്കെ നടത്തണമെങ്കിൽ അതും കൃത്യമായിട്ട് ഇവരുടെ ഇൻഷുറി ഷീറ്റിൽ എന്ത് ചെയ്യാം, പരാമർശിക്കുക. ഡീറ്റെയിൽഡ് എക്സാമിനേഷനും കാര്യങ്ങൾക്ക് വേണ്ടി അവരെ കുറച്ച് ദിവസം കൂടി അവിടെ അഡ്മിറ്റ് ആക്കുകയാണ് എന്ന് കൃത്യമായിട്ട് പരാമർശിച്ചാൽ മാത്രം മതി. 10th പോയിന്റിൽ പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ കേസാണ്, ഗുരുതരാവസ്ഥയിലുള്ള കേസാണ് എങ്കിൽ ഈ അതിന്റെ മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടുള്ള കുറച്ച് കണ്ടെത്തലുകൾ അവരിൽ നിന്ന് എടുക്കുക, പ്രൈമറി ഇൻഫർമേഷൻ എടുക്കുക. അതിനുശേഷം പേഷ്യൻസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യുകയും അവർക്ക് ആവശ്യമായി ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ ഇൻജുറി ഷീറ്റിൽ പരാമർശിക്കണം. അതുപോലെ തന്നെ കുറച്ച് ദിവസം കൂടി അവർക്ക് അവിടെ അഡ്മിറ്റ് ആക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധനകളോ മാനേജ്മെന്റോ വേണമെങ്കിൽ അതും എന്ത് ചെയ്യണം, അവിടെ അഡ്മിറ്റ് ആക്കുന്നതാണെങ്കിൽ ഫർദർ കുറച്ച് ദിവസം കൂടി അഡ്മിറ്റ് ആക്കണമെന്നാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻസും ആ ഒരു ഇൻജുറി ഷീറ്റിൽ പരാമർശിക്കുക. ഓക്കെ. അപ്പൊ ആ ഒരു 10 വരെ ഒന്ന് വേഗം വായിച്ചു നോക്കി. 5th one വരെ നിങ്ങൾ ഓൾറെഡി വായിച്ചതായിരുന്നു, അതിനുശേഷം ആ 10th വരെ ഒന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി. നെക്സ്റ്റ് വൺ
A fresh injury sheet may not be prepared if it has already been registered as medico-legal by some other hospital or doctor. Only previous medico-legal registration numbers may be mentioned in the document labeling as medico-legal. ഇത് നമ്മൾ already first പഠിച്ചതാണ് അല്ലേ? പഠിച്ചില്ലേ ഇത്? നമ്മളൊരു പുതിയതായിട്ട് ഓൾറെഡി ഒരു മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ മെഡിക്കോ ലീഗൽ ആയിട്ട് ഒരു കേസിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയതായിട്ടൊരു ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചുറി ഷീറ്റും കാര്യങ്ങളും ഒന്നും നമ്മൾ തയ്യാറാക്കേണ്ട. മറിച്ച് ഈ മെഡിക്കോ ലീഗൽ മുമ്പ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു മെഡിക്കോ ലീഗൽ രജിസ്ട്രേഷന്റെ നമ്പർ ആ ഒരു ഡോക്യുമെന്റ്, അതായത് മെഡിക്കോ ലീഗൽ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഡോക്യുമെന്റിന്റെ മുകളിൽ മെൻഷൻ ചെയ്താൽ മാത്രം മതി. അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡീറ്റെയിൽസും ഇതിനുള്ളിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതിനുള്ളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ അല്ലേ? അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. Then 12th one പറയുന്നത് if a decision is taken to make a medical legal case after admission, the treating unit doctor not below the rank of SR, സാധാരണ സ്പെഷ്യാലിറ്റി രജിസ്ട്രാർ അല്ലെങ്കിൽ MMO മെഡിക്കൽ ഓഫീസർ, ആ ഒരു റാങ്കിന് ബിലോ ദ റാങ്ക്, നോട്ട് ബിലോ ദ റാങ്ക്, റാങ്കിൽ കുറവില്ലാത്ത should prepare the injury sheet. അപ്പൊ ഇപ്പോൾ ഒരു decision is taken to take a medical legal case after admission. അഡ്മിഷന് ശേഷമാണ് ആ ഒരു തീരുമാനം വരുന്നത് ഇതൊരു മെഡിക്കോ ലീഗൽ കേസ് ആണ് എന്ന്. ആ ഒരു അഡ്മിഷന് ശേഷമാണ് decision is taken to make a medical legal case after admission. The treating unit doctor, അവർ ട്രീറ്റ് ചെയ്യുന്ന യൂണിറ്റ് ഡോക്ടറിന് should prepare the injury sheet. അവരുമായി ബന്ധപ്പെട്ട് ഇഞ്ചുറി ഷീറ്റ് തയ്യാറാക്കാവുന്നതാണ്. And in the medical legal case, a death injury sheet must be prepared where all details about the case may be mentioned. ഇനി വരുന്ന വ്യക്തികള് പേഷ്യൻസ് മരിച്ചിട്ടുണ്ടാവും, ഡെഡ് ആയിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ മരണം സംഭവിച്ചിട്ടുള്ള മെഡിക്കോ ലീഗൽ കേസുകളാണെങ്കിൽ പോലും അവരുമായി ബന്ധപ്പെട്ട ഡെഡ് ഇഞ്ചുറി ഷീറ്റുകൾ, ആ മരിച്ച ആളുകളുടെയുമായി ബന്ധപ്പെട്ട ഇഞ്ചുറി ഷീറ്റുകൾ അതൊക്കെ എവിടേക്കാണ് പരിധികൾ വച്ചിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലുള്ള ആയുധങ്ങളുമായി ബന്ധപ്പെട്ട മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഏത് ദിവസം ഏത് സമയത്താണ് ഈ ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിനെ എത്തിച്ചിട്ടുള്ളത്, ഓൾറെഡി വരുന്ന സമയത്ത് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷമാണോ മരണപ്പെട്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഡെഡ് ഇഞ്ചുറി ഷീറ്റുകളോ ഇതുപോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. Then 14th പറയുന്നത് if a medico legal case is referred to the specialty doctor and he wants to admit the case or send the case to home, he must inform the CMO concerned about the same after examination so that such an entry may be made in the medico legal injury sheet. ഇനി ഒരു മെഡിക്കോ ലീഗൽ കേസ് റെഫർ ടു ദ സ്പെഷ്യാലിറ്റി ഡോക്ടറിലേക്ക് റെഫർ ചെയ്ത് വന്നിട്ടുള്ള ഒരു മെഡിക്കോ ലീഗൽ കേസ് ആണ്. ആ ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറിന് ഈ കേസ് ചിലപ്പോൾ അവർ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ അവർക്ക് അവരെ ആ ഒരു കേസിനെ വീട്ടിലേക്ക് വിടാം, തിരിച്ചുവിടാം അല്ലെ? അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ആക്കാനായിട്ട് പറയാം. രണ്ട് ഓപ്ഷൻ ആണല്ലോ ഉള്ളത് അല്ലെ? ഒന്നില്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ആക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മെഡിസിൻസ് കൊടുത്തിട്ട് വീട്ടിലേക്ക് വിടും അല്ലേ? അപ്പൊ അത് ആ സ്പെഷ്യാലിറ്റി ഡോക്ടറാണ് പറയേണ്ടത്. അദ്ദേഹം പറയാണ് ഈ ഒരു മെഡിക്കോ ലീഗൽ കേസിനെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വീട്ടിലേക്ക് വിടാം, അല്ല എങ്കിൽ അവിടെ അഡ്മിറ്റ് ആക്കാം. അങ്ങനെ അദ്ദേഹം പറയുന്ന കേസുകള് ഹി മസ്റ്റ് ഇൻഫോം ദ CMO. ഇത് അഡ്മിറ്റ് ആക്കുന്ന കേസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹോമിലേക്ക് സെൻഡ് ചെയ്യുന്ന വീട്ടിലേക്ക് തിരിച്ചു വിടുന്ന കേസസ് ആണെങ്കിലും CMOയുമായിട്ട് കൃത്യമായിട്ട് അത് ഇൻഫർമേഷൻസ് നൽകിയിരിക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പരിശോധനകൾ നടത്തിയതിനു ശേഷം അത് എന്താണോ തീരുമാനം അത് ഈ CMOനെ അറിയിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങള് സച്ച് എൻട്രി മേ ബി മെയ്ഡ് ഇൻ ദ മെഡിക്കോ ലീഗൽ ഇഞ്ചുറി ഷീറ്റ്. അപ്പൊ മെഡിക്കോ ലീഗൽ ഇഞ്ചുറി ഷീറ്റിൽ എന്ത് ചെയ്താം, രേഖപ്പെടുത്താം. അവര് പരിശോധനകൾക്ക് വിശദമായ പരിശോധനകൾക്ക് ശേഷം എവിടേക്ക് വിട്ടു, വീട്ടിലേക്ക് തിരിച്ചു വിട്ടു എന്നെഴുതാം. അല്ല എങ്കിൽ അവിടെ അഡ്മിറ്റഡ് ആക്കി എന്നും ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യാലിറ്റി ഡോക്ടറിന് പരിശോധനകൾക്ക് ശേഷം അവരെ അഡ്മിറ്റ് ആക്കണമെങ്കിൽ അഡ്മിറ്റ് ആക്കാം, തിരികെ വീട്ടിലേക്ക് വിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് അവരുടെ ഒപ്പീനിയൻ അനുസരിച്ചാണ്. അത് കൃത്യമായിട്ട് അവരെ എങ്ങനെയാണോ, അതായത് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ തിരികെ ഹോമിലേക്ക് വിട്ടിട്ടുണ്ടോ എന്നുള്ളതിന്റെ ആ ഒരു റിപ്പോർട്ട് കൃത്യമായ ഇൻഫർമേഷൻസ് CMOക്ക് കൈമാറുകയും അത് ആ ഒരു ഇഞ്ചുറി ഷീറ്റിൽ കൃത്യമായിട്ട് പരാമർശിക്കുകയും വേണം. നെക്സ്റ്റ് വൺ
all victims of alleged rape and criminal abortion should be shown by lady doctor for examination and preparation of medico-legal injury sheet and other formality. ഇനി എല്ലാ വിക്ടിംസ്, അതായത് ഇപ്പം അബോർഷൻസ്, റേപ്പ്, ക്രിമിനൽ ബലാത്സംഗം, ക്രിമിനൽ ഗർഭഛിദ്രം മുതലായവയ്ക്ക് ഇരയായിട്ടുള്ള ആളുകളും കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളും ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരം ഇരകളുടെ ആ ഒരു പരിശോധനകള്, അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ ഇഞ്ചുറി ഷീറ്റുകൾ ഒക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടി അവരെ ആരായിരിക്കണം പരിശോധിക്കേണ്ടത്? ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു ലേഡി ഡോക്ടർ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അലിഗേറ്റഡ് റേപ്പ്, ബലാത്സംഗത്തിനിരയായവരാവാം, ക്രിമിനൽ അബോർഷൻസ്, ക്രിമിനൽ പരമായിട്ടുള്ള ഗർഭഛിദ്രത്തിന് ഇരയായവരാവും. അത്തരം ഇരകളുടെ അല്ലെങ്കിൽ അത്തരം വിക്ടിംസിന്റെ എല്ലാവരുടെയും അവരെ കാണിക്കേണ്ടത് ഒരു ലേഡി ഡോക്ടറിനെയാണ്. അത് മെൻഷൻ ചെയ്ത് പ്രത്യേകമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണോട്ടോ, ചോദിക്കാറുണ്ട്. ഒരു ലേഡി ഡോക്ടറിനെയാണ് ഒരു ലേഡി ഡോക്ടറാണ് അവരെ പരിശോധിക്കേണ്ടത്. അവരുമായി ബന്ധപ്പെട്ട മെഡിക്കോ ലീഗൽ കേസസിന്റെ ഇഞ്ചുറി ഷീറ്റുകൾ തയ്യാറാക്കേണ്ടത്, മറ്റ് ഫോർമാലിറ്റീസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ വേഗം ആ ഒരു 15 വരെ ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ, consent for medical examination should be taken unless he or she is arrested on charge of committing an offense and produced before CMO medical examination. അപ്പോൾ ഇവിടെ CMOന്റെ മുന്നില് മെഡിക്കൽ എക്സാമിനേഷൻ കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് അപ്പൊ അവരെന്തെങ്കിലും ഒരു വ്യക്തി, ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവരെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തതിന് അവരെ അറസ്റ്റ് ചെയ്യും. അപ്പൊ അറസ്റ്റ് ചെയ്ത് അവരെ ഒരു CMOന്റെ മുന്നില് മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടി വൈദ്യപരിശോധനയ്ക്കായിട്ട് ഹാജരാക്കുന്നതിന് മുൻപായിട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യുക? സമ്മതം വാങ്ങണം, കൺസേൺ വാങ്ങണം. പ്രത്യേകിച്ച് അവരുടെ പ്രൈവറ്റ് പാർട്ടുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരിശോധനകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അവരിൽ നിന്ന് അതിന്റെ സമ്മതം വാങ്ങിയിരിക്കണം. അവരെ CMOന്റെ മുന്നിൽ ആ ഒരു പരിശോധനയ്ക്ക് ഹാജരാക്കുന്നതിന് മുൻപായിട്ട് അവരിൽ നിന്ന് ആ ഒരു കൺസേൺ അല്ലെങ്കിൽ സമ്മതം വാങ്ങിയിരിക്കണം എന്ന് പറയുന്നു. Then 17th പറയുന്നത് if a person is below 18 years of age, അപ്പൊ 18 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ അവരുടെ സമ്മതം മതി. 18 വയസ്സിൽ താഴെയുള്ള ആളുകൾക്കാണെങ്കിലോ കൺസേൺ ഓഫ് ദ ഗാർഡിയൻ is to be taken for private part examination. സ്വകാര്യ ഭാഗങ്ങളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഗാർഡിയന്റെ സമ്മതം വാങ്ങിയിരിക്കണം. മനസ്സിലായോ? അപ്പൊ 18 വയസ്സിന് മുകളിലാണെങ്കിൽ അവരുടെ സമ്മതം മതി. 18 വയസ്സിൽ താഴെയാണെങ്കിൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പരിശോധനകൾ നടത്തണമെങ്കിൽ ഗാർഡിയന്റെ സമ്മതം, അവരുടെ ഗാർഡിയന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ സമ്മതം വാങ്ങിയിരിക്കണം. ക്ലിയർ ആണോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കുറച്ച് പോയിന്റ് ആണ് കേട്ടോ താഴെ പറയുന്നത്. കൺസേൺ നോട്ട് റിക്വയർഡ്, സമ്മതം ആവശ്യമില്ലാത്ത കുറച്ച് സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ടൊരു സമ്മതമോ കാര്യങ്ങളോ അവരിൽ നിന്ന് ആവശ്യമില്ല. ഒരു മെഡിക്കൽ എമർജൻസി കേസ് വരുമ്പോ നമുക്ക് അവിടെ സമ്മതം നോക്കിയിരിക്കാൻ പറ്റുമോ? ഒരു എമർജൻസി സിറ്റുവേഷൻ വരാണ്, അപ്പൊ അവിടുന്ന് പേഷ്യന്റിന്റെ സമ്മതം വാങ്ങിയിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സമയം നമ്മുടെ കയ്യിലുണ്ടോ? ഒരു ലേബർ കേസ്, പ്രസവ കേസ് വരാണ്, അത്തരം കേസുകളിൽ നമുക്ക് എന്താണ് സമ്മതം വാങ്ങിയിട്ട് ഞാനത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടറിന് ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? അത്തരം ഒരു മെഡിക്കൽ എമർജൻസി കേസുകളിൽ അവിടെ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സമ്മതം ആവശ്യമില്ല. രണ്ടാമത്തത് നോട്ടിഫയബിൾ ഡിസീസസ്, എന്താ ശ്രദ്ധേയമായിട്ടുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ
ഇവരുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനോ, ഇപ്പൊ നമ്മള് കോവിഡോ കാര്യങ്ങളോ വന്ന സമയത്ത് നമുക്ക് ഒരുപാട് പരിശോധനകൾ ഹോസ്പിറ്റലിൽ ചെലവ് നടത്തിയിട്ടുണ്ട് അല്ലെ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നടത്തിയിട്ടില്ലേ? അത്തരം എന്തെങ്കിലും ശ്രദ്ധേയമായിട്ടുള്ള പകർച്ചവ്യാധികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ആ ഒരു ടെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലെ? അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എല്ലാവരുടെയും സമ്മതം വാങ്ങിയിട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? ചിലപ്പോ അവര് സമ്മതിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഒരു രോഗം അവർക്കുണ്ടായാൽ മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാൻ കാരണമാണ് അല്ലെ? അത്തരം കേസുകൾ അവരുടെ സമ്മതം വാങ്ങിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ? പറ്റണമെന്നുണ്ടോ? അല്ല അല്ലെ? മറ്റുള്ള ഹെൽത്തിനെയും കൂടി ബാധിക്കുന്ന രീതിയിലുള്ള രോഗങ്ങളാണ് എങ്കിൽ അവരുടെ സമ്മതമില്ലാതെയും നമുക്ക് പല പരിശോധനകളും നടത്താം. ക്ലിയർ ആണോ അത്? മനസ്സിലായോ? രണ്ടാമത്തെ കേസ്. മൂന്നാമത്തത് ഇമിഗ്രൻസ്, കുടിയേറ്റക്കാർ, ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നവര്. ഒരു മിക്കപ്പോഴും എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചെക്കപ്പുകളൊക്കെ കഴിഞ്ഞല്ലേ നാട്ടിലേക്ക് നമ്മുടെ ഇവിടേക്ക് കടത്തി വിടുന്നത് അല്ലേ? പുറത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങള്? നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ എബോള, നമ്മുടെ കോവിഡ് ഇതൊക്കെ വന്ന സമയത്ത് ഒരുപാട് പരിശോധനകൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കി അല്ലെ? അപ്പൊ അത്തരം രോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് സ്പ്രെഡ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളെ നിർബന്ധമായിട്ടും അത്തരം പരിശോധനകളിൽ ഏർപ്പെടുത്തി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ്, അത് അവരുടെ സമ്മതമില്ലെങ്കിൽ പോലും നമ്മളത് ചെയ്തിട്ടാണ് വിടുക അല്ലെ? ആണോ? അടുത്തത് ന്യൂ അഡ്മിഷൻ ടു പ്രിസൺ. പ്രിസണിലേക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക് പുതിയതായിട്ടൊരു പ്രവേശനം വന്നു. ഒരു വ്യക്തിയെ പുതിയതായിട്ട് അഡ്മിഷൻ കൊടുത്തു. എവിടെ? പ്രിസണിലേക്ക്, ജയിലിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഓൾറെഡി ഉണ്ടോ? കാരണം അതിനുള്ളിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളല്ല, ഓൾറെഡി ഉണ്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഫിസിക്കൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ വൈദ്യ പരിശോധനകൾ നടത്തും. അത് ആ വ്യക്തിയുടെ സമ്മതത്തോടു കൂടി മാത്രമാണോ നടത്താൻ പാടുള്ളൂ? അല്ല, അത് സ്വാഭാവികമായിട്ടും അവിടെ പുതിയ ജയിലിലേക്ക് ഒരു പുതിയ വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ ഉള്ള നടപടിക്രമത്തിന്റെ ഭാഗമാണ് അല്ലെ? അപ്പൊ അവിടെ അവരുടെ സമ്മതം വാങ്ങിയിട്ട് അത് ചെയ്യാനൊന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ആരെ ആ ജയിലിലേക്ക് പ്രവേശിപ്പിച്ചാലും അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ ശാരീരിക പരിശോധനകൾ, വൈദ്യ പരിശോധനകൾ നടത്താറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. അതിനുശേഷം ഏത് ചാപ്റ്റർ ആണോ കംപ്ലീറ്റ് ആവാത്തത്, ഇപ്പൊ ഏത് ചാപ്റ്റേഴ്സ് ആണ്? എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പൊ റണ്ണിങ് അല്ലേ? എടുക്കാത്ത ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് കുറച്ച് ലെങ്തി ആയിട്ട് ബാക്കി കിടക്കുന്നത് അല്ലെ? ആ ചാപ്റ്ററിലെ കുറച്ച് ലെങ്തി ആയിട്ട് എടുക്കാൻ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഒക്കെ ഭാഗങ്ങള് ഞങ്ങൾ കഴിയുന്ന ടീച്ചേഴ്സ് എടുക്കും കേട്ടോ. അപ്പൊ മിസ് അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കാം. അപ്പൊ ഈ ഭാഗമൊന്നും, ഈ ഒരു കുറച്ച് ഭാഗം കൂടി ഉണ്ട്. ഇതെല്ലാം അതിൽ വരുന്ന പോയിന്റ്സ് തന്നെയാണ് കേട്ടോ. കുറച്ച് ഭാഗം കൂടി ഉണ്ട്. ആ പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് പുതിയ ഏതെങ്കിലും ഒരു ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. മിസ്സിന്റെ പോർഷൻസ് ഇതോടുകൂടി കഴിയാണ്. അപ്പൊ അതിലേതെങ്കിലും ഒരു ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഭാഗം വരെ ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.